അമേരിക്കക്കാരനായ എഴുത്തുകാരൻ എഴുതിയ ഐ എം ഓൺ ദ ഹിറ്റ് ലിസ്റ്റ് മർഡർ ആൻഡ് മിത്ത് മേക്കിംഗ് ഇൻ സൗത്ത് ഇന്ത്യ റോളോ റോമിക് എന്ന് പറയുന്ന എഴുത്തുകാരൻ അമേരിക്കക്കാരനാണ്. അദ്ദേഹം ഇവിടുത്തെ ഒരു പാതി അക്കാഡമിക്കായിട്ട് എഴുതിയ പുസ്തകം. അതിനകത്ത് ഈ നിലക്കൽ സമരവുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ ഭാഗമുണ്ട്. ആ ഭാഗത്തിനകത്ത് കുമ്മനം രാജശേഖരനെ പറ്റി പറയുന്ന ഇതാണ് ഭാഗം പറയുന്നത്. ഹിസ് ഫെയിം പീക്ഡ് ഇൻ 2017 when the city of Kochi inaugurated its metro system. Rajashekharan was mercilessly roasted when he somehow managed to board the ceremonial first train right, even though he had nothing to do with the project and held no political office. In 1,000 memes, he was ridiculed as free ride Kummanam and Kummanadi within quotes, and Kummanadi became the slang term for travelling by metro without a ticket. അതായത് കുമ്മനടി എന്ന് പറയുന്ന ആ പ്രയോഗം കേരളത്തിൻ്റെ സ്ലാങ്ങിൻ്റെ ഭാഗമായി മാറിയത് അമേരിക്കൻ എഴുതിയ പുസ്തകത്തിൽ വരെ വരികയാണ്. സത്യത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരെ കേരളത്തിൽ ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്തൊരു പദ്ധതിയാണ്. അത് ഇങ്ങനെ വന്ന് ഭവിച്ചു. എന്നാൽ ഒരു തവണ ഉണ്ടായാൽ അത് പിന്നെ ഉണ്ടാവാൻ പാടുണ്ടോ? ഒരേ മാളത്തിൽ 2 തവണ പാമ്പിൻ്റെ കടിയേൽക്കാൻ പാടുണ്ടോ BJP നേതാക്കൾക്ക്? ഇദ്ദേഹം അവിടെ പോയിട്ട് കുമ്മനം രാജശേഖരൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ നന്നായി. കാരണം അദ്ദേഹം അവിടെ തന്നെ ഒരു കുഴപ്പം ചെയ്തില്ലോട്ടോ. അദ്ദേഹം മുഖ്യമന്ത്രി ഇരിക്കുന്നതിന് അപ്പുറത്ത് ഇരിക്കുകയേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഈ സൈബർ ആളുകളെല്ലാം കൂടെ ചേർന്ന് അദ്ദേഹത്തെ പരിഹാസ്യനാക്കിയതാണ്. ഇവിടെ അദ്ദേഹം ചെന്ന് മുദ്രാവാക്യം വിളിക്കുക, നേരത്തെ പോയിരിക്കുക. അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഇത്തരം ഒരു കാര്യം രാഷ്ട്രീയമായിട്ട് അവരെ ഏൽപ്പിക്കുമ്പോൾ നിങ്ങൾ കുളമാക്കരുത് കേട്ടോ എന്നുകൂടെ അവരോട് പറയുന്നതാണ്. രാജീവ് ചന്ദ്രശേഖർ പക്ഷേ നേരത്തെ കയറി പോകേണ്ട കാര്യം എന്താണ്? അദ്ദേഹം അത് ഗ്രേസ്ഫുള്ളി, ഞാൻ പറയുന്ന ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം ആ സമയത്ത് കയറി ചെല്ലുകയും അദ്ദേഹത്തിൻ്റെ കസേരക്കെടുത്ത് ഇരിക്കുകയും മറ്റുള്ളവരോട് സംസാരിക്കുകയും ഞാൻ പ്രധാനമന്ത്രിയുടെ ആളാണ് എന്നൊക്കെ പറഞ്ഞ ഒരു ആതിഥേയൻ ചമയൊക്കെ ചെയ്താൽ ഓക്കെ ആയേനെ. ഇത് അവിടെ നിന്നിട്ട് ആരുമില്ലാത്തപ്പോഴൊന്നും മുദ്രാവാക്യം വിളിക്കുകയാണ് കുട്ടികളെ പോലെ. അപ്പം ഇത് ഗ്രേസ്ഫുള്ളി അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. പ്രധാനമന്ത്രിയുടെ ഓഫീസും ഈ കഴിഞ്ഞ കാലത്തിനിടെ കേരളത്തിലെ BJP സംസ്ഥാന അധ്യക്ഷന്മാർക്ക് കൊടുത്തിരിക്കുന്ന 2 പ്രധാനപ്പെട്ട ഈ ഗ്രേസ്ഫുള്ളി കൈകാര്യം ചെയ്യാനുള്ള ഇത്തരം സംഗതികളെ അവർ രണ്ടുപേരും കുളമാക്കി കളഞ്ഞു. മാത്രമല്ല എന്തൊരു തിരിച്ചടി